ഓക്കെ, നമ്മൾ ഇന്ന് +2 സയൻസിലെ മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിക്സിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോ +2നെ സംബന്ധിച്ചുള്ള മാത്തമാറ്റിക്സ് 13 ചാപ്റ്റേഴ്സ് ആണ്. അതിലെ ഏറ്റവും എളുപ്പമുള്ള പാഠമാണ് മെട്രിക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് മെട്രിക്സ്? മെട്രിക്സിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ഓബ്ജക്ട്സ് ഓർ നമ്പേഴ്സ് വിത്ത് കോളംസ് ആൻഡ് റോസ്. അതായത് കോളം റോയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഓബ്ജക്ട്സിനെയോ നമ്പേഴ്സിനെയോ അറേഞ്ച് ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു മെട്രിക്സ് എഴുതിയേക്കാണ്. അപ്പൊ ഈ മെട്രിക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെട്രിക്സിന്റെ നെയിം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളെ എന്താണ്, ഡിഫറൻഷ്യൻ പോലെ തന്നെയാണ്. The objects or numbers are arranged in rows and columns. റോസ് ആയിട്ടും കോളംസ് ആയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു, ഈ ഓബ്ജക്ട്സിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പറയാം റോസിന്റെയും കോളത്തിന്റെയും കേസ് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് റോസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എത്ര റോ ഉണ്ട്, ഫസ്റ്റ് റോയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, R1. സെക്കൻഡ് റോ എന്ത് ചെയ്യും, R2 എന്ന്. ദെൻ തേർഡ് റോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, R3 എന്ന് പറയും. അതുപോലെ തന്നെ കോളത്തിന്റെ കേസ് എന്താണ്, താഴേക്ക് വരുന്നത് അല്ലെ, വെർട്ടിക്കലായിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളംസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, C1 എന്ന് പറയും. രണ്ടാമത്തേന് നമ്മൾ എന്ന് പറയും, C2 എന്ന് പറയും. അപ്പോ ഈ പറയുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെട്രിക്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അതിന്റെ ഓർഡർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നത് ഓർഡർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്, ഇതിനെ ബേസ് ചെയ്താണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ഓർഡർ പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര റോ ഉണ്ട്, 2 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്, 2 കോളമുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് മെട്രിക്സ് എന്ന് വിളിക്കും, 2x2 മെട്രിക്സ്. അതായത് ഈ ക്രോസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ബൈ അല്ലെങ്കിൽ ക്രോസ് എന്ന് പറയും. അപ്പോ 2x2 മെട്രിക്സ്. അപ്പൊ 2x2 മെട്രിക്സ് നമ്മൾ ഓർഡർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ആളെന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്പർ ഓഫ് റോസും, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. അപ്പോ ആദ്യത്തെ ആള് നമ്പർ ഓഫ് റോസും, രണ്ടാമത്തെ ആള് നമ്പർ ഓഫ് കോളംസ്. നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, ഇഫ് എ മെട്രിക്സ് ഹാസ് m rows and n columns. അതായത് ഒരു മെട്രിക്സിന് m റോയും n കോളവും ഉണ്ടെങ്കിൽ അതിന്റെ ആ മെട്രിക്സിന്റെ ഓർഡറിനെ നമ്മൾ എങ്ങനെ പറയും, m ക്രോസ് n ഓർ m ബൈ n. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രം. ആദ്യത്തെ ആള് നമ്പർ ഓഫ് റോസ്, രണ്ടാമത്തെ ആള് നമ്പർ ഓഫ് കോളംസ്. ഇതാണ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഒരു മെട്രിക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ ആളെയും നമ്മൾ എന്ത് ചെയ്യും, ബൈ പൊസിഷൻ ബേസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, A is equal to, ഇതിന്റെ ഓർഡർ നമ്മൾ എവിടെ എഴുതുന്നത്, റൈറ്റ് സൈഡില് ഏറ്റവും ബോട്ടമായാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത് 2x2 മെട്രിക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ഓരോ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യും, പൊസിഷൻ ബേസ് ആണ് പറയുന്നത്. അപ്പോ മെട്രിക്സ് അല്ലെ, അപ്പൊ അതിനകത്തൊരു സ്മോൾ ലെറ്റർ A കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓരോ ആളെയും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ആളുടെ പൊസിഷൻ വെച്ച് എന്താണ്, റോയും കോളവും ഉപയോഗിച്ചുകൊണ്ടുള്ള പൊസിഷൻ വെച്ച് നമുക്കറിയാം എന്താണ്, ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവുമാണ് അല്ലെ. അപ്പൊ ഈ എലമെന്റ് പ്രത്യേകത എന്താണ്, ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ്, അതേപോലെ ഒന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ എലമെന്റ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും, A11. അതായത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വരുന്ന ആള് റോ, രണ്ടാമത് വരുന്ന ആള് കോളം. അപ്പൊ ഇതിന്റെ പൊസിഷൻ നമ്മൾ എന്ന് പറയും A11. ദെൻ രണ്ടാമത്തെ ആൾ എങ്ങനെ പറയും, നമ്മള് ഒന്നാമത്തെ റോയിൽ തന്നെയാണ്. അപ്പോ ഫസ്റ്റ് റോയില് എത്രാമത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ് ആണ് അല്ലെ, രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, A12. ദെൻ ഇനി അപ്പുറത്തൊരാളുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് അല്ലെ. ആ മൂന്നാമത്തെ എലമെന്റ് എവിടെ വരും, മൂന്നാമത്തെ കോളത്തിലായിരിക്കും വരുന്നത്. ദെൻ രണ്ടാമത്തെ റോ വരുമ്പോ രണ്ടാമത്തെ റോയില് ഒന്നാമത്തെ A21, അടുത്തത് A22, അടുത്തത് A23. ദെൻ അടുത്ത് വരുമ്പോ A31, A32, A33 അല്ലെ.
അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എത്ര എലമെന്റ് ഉണ്ട് നമുക്ക്? 6 എലമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഓർഡർ എങ്ങനെ പറയും? ഇതിനകത്ത് എത്ര റോസ് ഉണ്ട് നോക്കുമ്പോ എത്ര റോസ് ഉണ്ട്? R1, R2, R3. എത്ര കോളംസ് ഉണ്ട്? C1, C2, C3. അതായത് 3 റോസും ഉണ്ട് 3 കോളംസും ഉണ്ട്. അപ്പൊ അതിന്റെ ഓർഡർ നമ്മൾ എങ്ങനെ പറയും? 3x3 മെട്രിക്സ്. അപ്പോ ഇതിന്റെ ഓർഡർ എന്താണ്? 3x3. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞു. അതിന്റെ നെയിം എല്ലായ്പ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുമല്ലോ എന്താണ് റോ എന്താണ് കോളം. ഇനി നമുക്ക് ജനറലി എങ്ങനെ പറയാം? ഇതിനകത്തുള്ള മെട്രിക്സ് എ ഇത് നമ്മൾ എങ്ങനെ വായിക്കും? മെട്രിക്സ് എയില് എന്ത് ചെയ്യും? എത്ര എലമെന്റ് ഉണ്ട്? നമുക്ക് എങ്ങനെ പറയാം? ജനറലായിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നേ എ ഐ ജെ. എന്താണ് എ ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐയും ജെയും ജനറലി കൊണ്ടുവന്ന ആളുകളാണ്. എന്താണ് ഐ എന്ന് പറയുന്നത് ഏത് റോ ആണെന്ന് സൂചിപ്പിക്കും. ജെ എന്ന് പറയുന്നത് ഏത് കോളമാണെന്ന് സൂചിപ്പിക്കും. ഫോർ എക്സാമ്പിൾ A32 നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ്. മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ്. അപ്പൊ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും? രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ് ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ്. ഈ പൊസിഷനെ സൂചിപ്പിക്കുന്നതിനാണ് ഐയും ജെയും സൂചിപ്പിക്കുന്നത്. ഐ എന്ന് പറയുന്ന റോയുടെ പൊസിഷനും ജെ എന്ന് പറയുന്നത് കോളത്തിന്റെ പൊസിഷനുമാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മെട്രിക്സിനെ പറ്റി ഡിഫൈൻ ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്താണ് മെട്രിക്സ്? ഈസ് എ റെക്ടാങ്കുലർ അറേ ഓർ അറേഞ്ച്മെന്റ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറേഞ്ച്മെന്റ് ആണ്. അറേ എന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ റെക്ടാങ്കുലർ എന്താണ്? റെക്ടാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? റെക്ടാങ്കുലർ. അപ്പൊ എന്താണ്? ആ ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ റെക്ടാങ്കുലർ മെട്രിക്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതാണ് 1, 2, 3, 4, 5, 6. ഇവിടെ എന്താ ഉള്ളതാ? ഇവിടെ R1, R2, ഇവിടെ C1, C2, C3. അതായത് 2 റോസും 3 കോളംസ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 2x3 മെട്രിക്സ്. 2x3. എന്തുകൊണ്ടാണ് 2x3 എഴുതാൻ കാര്യം? 2 നമ്പർ ഓഫ് റോസ് 2 നമ്പർ ഓഫ് കോളംസ് 3. അപ്പോ ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടാങ്കുലർ എന്നത് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെക്ടാങ്കുലർ പോലെ തന്നെ കുറച്ച് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഉണ്ട്. അപ്പൊ കുറച്ച് ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ടൈപ്സ് ഓഫ് മെട്രിക്സ്? ഫസ്റ്റ് വൺ കോളം മെട്രിക്സ്. എന്താണ് കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്ന എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ്. ഒരു മെട്രിക്സിനെ കോളം മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. എത്ര കോളമേ പാടുള്ളൂ? 1 കോളം മാത്രമേ പാടുള്ളൂ. എത്ര റോസ് വേണമെങ്കിലും ആവാം, പക്ഷേ 1 കോളം മാത്രമേ പാടുള്ളൂ. ഞാൻ എഴുതാൻ പോവാണ് ഒരു എക്സാമ്പിൾ. 1, 2, 3, 4. ഓക്കെ, ഇതിനകത്ത് എത്ര റോസ് ഉണ്ട്? 1, 2, 3, 4. 4 റോസ് ഉണ്ട്. പക്ഷെ എത്ര കോളം മാത്രമേ ഉള്ളൂ? C1 എന്ന് പറയുന്ന 1 കോളം മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളം മെട്രിക്സ്. നമ്മൾ ജനറലി പറഞ്ഞു ഒരു മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും? M/n, where m is the number of rows and n is the number of columns. ഓക്കെ, നമുക്ക് ഇവിടെ ജനറലി എങ്ങനെ പറയാ? ഈ കിടക്കുന്ന മെട്രിക്സ് A is equal to 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിന്റെ ഓർഡർ നമുക്ക് പറയാം. എന്ത് പറയാം? 4 റോസ് ഉണ്ട്, 1 കോളം ഉണ്ട് അല്ലെ? ഇനി 3 ഉള്ളായിരുന്നെങ്കിലോ 3/1, 2 ഉള്ളായിരുന്നെങ്കിലോ 2/1, 10 ഉണ്ടായിരുന്നെങ്കിലോ 10/1. അപ്പൊ എല്ലായ്പ്പോഴും എന്തിനു മാത്രമേ ചേഞ്ച് ഉണ്ടാവൂ? M മാത്രമേ ചേഞ്ച് ഉണ്ടാവൂ. അതായത് നമ്പർ ഓഫ് റോസ് മാത്രമേ ചേഞ്ച് ഉണ്ടാവൂ. എന്തിന് ചേഞ്ച് ഉണ്ടാകത്തില്ല? കോളംസിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. കോളം എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനറലി എങ്ങനെ പറയാം? M/1 അല്ലെ? അപ്പോ കോളം മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം.
കോളം എന്താണ്? A matrix is said to be a column matrix if it has the order by എന്താണ്? m by 1. m by 1 ആയിട്ടുള്ള എന്താ മെട്രിക്സുകളെ നമ്മൾ എന്ത് പറയും? കോളം മെട്രിക്സ്. അപ്പൊ ഡയറക്ട്ലി തന്നെ തൊട്ടടുത്ത മെട്രിക്സ് നമുക്ക് വളരെ എളുപ്പം ഡിഫൈൻ ചെയ്യാം. എന്താണ്? റോ മെട്രിക്സ്. ഇവിടെ ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു റോ മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഇതിനകത്ത് ആരൊക്കെ ചേഞ്ച് ഇല്ല? എമ്മിന് ചേഞ്ച് ഇല്ല. എം എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ എങ്ങനെ എഴുതും? 1/n. 1/n ആണെന്നുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് മെട്രിക്സുകളെ പറ്റി പറഞ്ഞു. കോളം മെട്രിക്സും രണ്ടാമത്തത് റോ മെട്രിക്സ്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെട്രിക്സിന്റെ പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സിന് മുന്നേ നമുക്ക് മറ്റൊരു മെട്രിക്സ് കൂടി നോക്കാം. സോറി, എന്താണ്? സ്ക്വയർ മെട്രിക്സ്. അപ്പൊ എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താ 1/3 ആവാം, 3/3 ആവാം, 2/4 ആവാം, 5/7 ആവാം. ഏത് തരത്തിലുള്ള നമ്പർ ഓഫ് റോസിന്റെയും കോളത്തിന്റെയും ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഓർഡർ നൽകാം. അപ്പൊ എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. m is equal to n ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. m is equal to n. എന്താ m is equal to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ്. അതായത് ഇപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് 2/2 എഴുതാം, ഒരു 3/3 എഴുതാം, ഒരു 4/4 എഴുതാം, ഒരു 1/1 എഴുതാം, അല്ലെ? അങ്ങനെയുള്ള ഏത് എഴുതിയാലും നമ്മൾ എന്തായി മാറും? അത് സ്ക്വയർ മെട്രിക്സ് ആയിട്ട് മാറും. അപ്പൊ എന്തായിരിക്കും? m is equal to n ആയിട്ടുള്ള നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്. എന്താണ്? ഇഫ് ഇറ്റ് ഹാസ് എന്താണ്? നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത മെട്രിക്സിലേക്ക് പോകുന്നു. അടുത്ത മെട്രിക്സിന്റെ പേര് എന്താണ്? ഡയഗണൽ മെട്രിക്സ്. എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആർ സ്ക്വയർ മെട്രിക്സ്. അതായത് എന്തായിരിക്കും? m/m അല്ലെങ്കിൽ ഓർഡർ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയത് തന്നെ ആയിരിക്കും. ദെൻ ഒരു കണ്ടീഷനോട് കൂടി എന്താണ്? നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. എന്തായിരിക്കും? നോൺ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ എഴുതുമ്പോ എന്താണ് നോൺ ഡയഗണൽ എലമെന്റ്സ് നോക്കാം, അല്ലെ? ഞാൻ എന്ത് ചെയ്യാണ്? ജനറൽ ആയിട്ടുള്ള ഒരു മെട്രിക്സ് എഴുതുകയാണ്. A11, A12, A13, A21, A22, A23, A31, A32, A33. ഇത് എന്ത് തരം മെട്രിക്സ് ആണ്? ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡയഗണൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിന്റെയും റെക്ടാങ്കുലറിന്റെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡയഗണൽ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജോയിനുകൾ നമ്മൾ എന്ത് ചെയ്യുന്ന? ജോയിൻ ചെയ്യുന്നതാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇതും എടുക്കാം, ഇവിടെ ഇതും എടുക്കാം. പക്ഷേ ഇൻ ദി കേസ് ഓഫ് മെട്രിക്സിന്റെ കേസിൽ ആരെ മാത്രമേ എടുക്കൂ? സ്റ്റാർട്ട് ടു എൻഡ് മാത്രമേ എടുക്കൂ. അതായത് ഇവിടുത്തെ ടോപ്പിൽ നിന്ന് ലെഫ്റ്റ് ടോപ്പ് ടു എന്താണ്? റൈറ്റ് ബോട്ടം വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അതിന് നമ്മൾ കണ്ടീഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഡയഗണൽ എലമെന്റ്സിന്റെ കേസിൽ AIJ ആണ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്തെ I is equal to J പൊസിഷനിൽ വരുന്ന എലമെന്റ്സിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നു. അപ്പൊ അതായത് ഈ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതുമ്പോ എങ്ങനെ എഴുതുന്നു? ആദ്യം ഞാൻ 3/3 ഡയഗണൽ എലമെന്റ്സ് മാത്രം എഴുതുകയാണ്. ഏതൊക്കെയാണ്? 2, 5, 7. ബാക്കി ആരൊക്കെ ആയിരിക്കും? ഇവിടെ 0, 0, 0, 0, 0, 0. അതായത് ഒരു 3/3 മെട്രിക്സിലോ എന്താ? ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? സോറി, നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ്. കണ്ടീഷൻ എങ്ങനെയാണ്? ഇഫ് എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് if all its non diagonal elements are 0. Then അടുത്തത് സ്കെയിലാർ മെട്രിക്സ്. എന്താണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? സ്കെയിലാർ മെട്രിക്സ് ഈസ് സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്. ദെൻ എന്താണ്? ഒരു ചെറിയ ചേഞ്ച് മാത്രം. നമ്മുടെ
ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ ഒന്നായിരിക്കും, ഇവിടെ ഒന്നായിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും. ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും, 3 ആയിരിക്കും. ഇനി എയോ ബിയോ സിയോ, അതായത് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിമും നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് ഇതേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒറ്റ കണ്ടീഷൻ മാത്രം, എന്തായിരിക്കും? എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കും. എന്ത് എലമെന്റ്സ്? ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കും. അപ്പൊ ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഐ വേവ്സ് കൊണ്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഐഡന്റിറ്റി മെട്രിക്സ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഉപയോഗിക്കേണ്ടി വരും. അപ്പോ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 ഓർഡറിലുള്ള മെട്രിക്സ് എന്തായിരിക്കും? 1 ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എലമെന്റ്സ് മാത്രമേ കാണൂ. ആ എലമെന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി 2/2 കേസിൽ വരുമ്പോഴോ 1 0 0 1. ഇതാണ് ആരെന്ന് പറയുന്നത് 2/2. 3/3 ഐഡന്റിറ്റി എന്തായിരിക്കും? എഴുതിയേക്കുന്നു 1 0 0 0 1 0 0 0 1. ഇത്തരത്തിലുള്ള എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരെണ്ണം സീറോ മെട്രിക്സ്. എന്തായിരിക്കും സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്തുള്ള എലമെന്റ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത കണ്ടീഷൻ ആരാ? ഇക്വാലിറ്റി ഓഫ് 2 മെട്രിക്സ്. അതൊരു എന്താണ്? ടൈപ്പ് അല്ല. ഇക്വാലിറ്റി ഓഫ് 2 മെട്രിക്സ്. 2 മെട്രിക്സുകളുടെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 കണ്ടീഷനാണ് അതിനകത്തുള്ളത്. 2 മെട്രിക്സുകൾ തമ്മിൽ ഇഫ് എ ആൻഡ് ബി ആർ 2 മെട്രിക്സ്, ഇഫ് ഇറ്റ് ഈസ് എന്താണ്? ഈക്വൽ. 2 കണ്ടീഷനാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അവയുടെ ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾ ഇറ്റ്സ് എലമെന്റ്സ് ആർ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം ഓർഡറിലും സെയിം എലമെന്റ്സും ഉള്ള സെറ്റുകളാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? അവയെ ഈക്വൽ എന്ന് പറയാൻ പറ്റൂ. ഉദാഹരണത്തിന് 1 0 0 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 1 0 0 1 തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ? കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്താണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇത്രയുമാണ് നമ്മുടെ +2 കോഴ്സിൽ പഠിക്കാനുള്ളത്. ഇതിന് എന്താണ്? അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? മെട്രിക്സുകളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പോർഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ബേസിക് നോളജ്, മെട്രിക്സിനെ പറ്റിയുള്ള ബേസിക് നോളജുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പ്രോബ്ലംസിലേക്ക് പോവാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് പോർഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സ്. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമുക്കൊരു മെട്രിക്സിന്റെ ബേസിക് ഫോം അറിയാം. A is equal to Aij. എ എന്ന് പറയുന്നത് മെട്രിക്സിന്റെ നെയിമും ഐയും ജെയും എന്ന് പറയുന്നത് എന്താണ്? പൊസിഷനുമാണെന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻ ദി മെട്രിക്സ് എന്താണ്? Aij is equal to I plus j. Aij is equal to I plus j. എന്താണ്? കൺസ്ട്രക്ട് എ 3/3 മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അതിന്റെ കണ്ടീഷൻ പറയുന്നത് എങ്ങനെയാണ്? Aij is equal to I plus j എന്നാണ്. അപ്പൊ നമുക്കറിയാം ഒരു 3/3 മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് ഫോം എഴുതാം. 3/3 മെട്രിക്സിന്റെ എങ്ങനെയാണ്? A11 A12 A13 A21 A22 A23 A31 A32 A33. അപ്പൊ എന്തായി മാറി? നമുക്ക് 3/3 മെട്രിക്സ് ആയി മാറി. അപ്പൊ ഈ ഓരോ പൊസിഷനിലുമുള്ള എലമെന്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പൊസിഷനിലുള്ള ആളെ എടുക്കുകയാണ്. എന്താണ്? ഇത് നമുക്കിവിടെ A11. A11ന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട 3/3 മെട്രിക്സിലെ കണ്ടീഷൻ പറയുന്നത് എങ്ങനെയാണ്? Ij is equal to I plus j. എന്ത് ചെയ്യണം? പൊസിഷനുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ I ആരാണ്? 1 plus 1. അപ്പൊ ആരായിരിക്കും നമ്മുടെ ഒന്നാമത്തെ എലമെന്റ്? 2. രണ്ടാമത്തെ എലമെന്റ് കണ്ടുപിടിക്കാം. എന്താണ്? A12. ഏതൊക്കെ തമ്മിൽ കൂട്ടുക? ഐയും ജെ. ഇവിടുത്തെ I ആരാണ്? 1 j 2 ആണ്. 1 plus 2 is equal to എന്തായി മാറി? 3 ആയി മാറി. അടുത്ത
A13 1 3 യുടെ കൂട്ടണം എത്ര കിട്ടും 4 എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് റോയിൽ എലമെന്റ് കിട്ടി 2 3 4. അങ്ങനെ എന്ത് ചെയ്യണം നമ്മള് സെക്കൻഡ് റോ കണ്ടുപിടിക്കണം, തേർഡ് റോ കണ്ടുപിടിക്കണം. അടുത്ത A21 നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. 2 + 1 ആരാണ് 3. അടുത്ത A22 ആരാണ് 4. അടുത്ത A23 ആരാണ് 5. ദെൻ എന്ത് ചെയ്യും, തേർഡ് റോ കണ്ടുപിടിക്കാം. A31 ആരാണ് 4. A32 5. A33 ആരാ 6 അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡയറക്ട്ലി എടുത്ത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്താ ഫസ്റ്റ് റോ ആരാണ് 2 3 4. അടുത്തത് 3 4 5. അടുത്തത് 4 5 6. എന്തായി മാറി, നമ്മുടെ 3x3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. വളരെ ഈസി മെത്തേഡ് ആണ്. എന്ത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, കൺസ്ട്രക്ട് 3x3 അല്ലെങ്കിൽ 4x4 അല്ലെങ്കിൽ 2x2 മെട്രിക്സ് വേർ Aij is equal to I plus j. ഒരു കണ്ടീഷൻ കൂടി തന്നിരിക്കും. എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ അറിഞ്ഞിരിക്കണം. ഒരു 3x3 ബേസ് ഫോം എഴുതാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ 2x2 ബേസ് ഫോം എഴുതാനിരിക്കണം, അല്ലെങ്കിൽ 4x4 ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്കൊരു കോളം കൂടെ വേണം 1/4. എന്ത് ചെയ്യും, തൊട്ട് താഴെ വരുമ്പോ എന്തായി മാറും, ഒരു റോയും കൂടെ വേണം 4 1. ഇത്ര എഴുതി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റത്തില്ലേ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സ് ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കണ്ടീഷൻ എപ്പോഴും I plus j ആവണമെന്നില്ല. എന്താ, Aij is equal to 2i plus 2j, അല്ലെങ്കിൽ Aij is equal to 4i minus j, അല്ലെങ്കിൽ Aij is equal to 1/2i plus 1/3j. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ആൾജിബ്രായിക്കലി പ്ലസോ മൈനസോ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സിൽ ഉണ്ടാകും. അപ്പോ കൺസ്ട്രക്ഷൻ വളരെ എളുപ്പമാണ്, സിമ്പിൾ ടോപ്പിക് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് എ മെട്രിക്സ്. മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ അറേ ഓഫ് എന്താണ്, ഓബ്ജക്ട്സ് ഓർ നമ്പേഴ്സ് ഇൻ കോളംസ് ആൻഡ് റോസ്. റോസിലും കോളംസിലുമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന റെക്ടാങ്കുലർ അറേഞ്ച്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ടൈപ്പ് മെട്രിക്സ് പറ്റി പഠിച്ചു. കോളം മെട്രിക്സ്, റോ മെട്രിക്സ്. ഒരു കോളം ഉണ്ടെങ്കിൽ അത് കോളം മെട്രിക്സ്, ഒരു റോ ഉണ്ടെങ്കിൽ അതിനെ, ഒരു റോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ റോ മെട്രിക്സ് എന്ന് പറയും. ദെൻ നമ്മൾ എന്ത് പഠിച്ചു, സ്ക്വയർ മെട്രിക്സ് പഠിച്ചു അല്ലെ. എന്താണ് M is equal to n, അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് അല്ല നമ്മൾ എന്തെന്നോ സ്ക്വയർ മെട്രിക്സ് എന്ന്. ദെൻ ഡയഗണൽ മെട്രിക്സ്. എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ ഡയഗണൽ എലമെന്റ്സ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം 0 ആയ എന്താണ് മെട്രിക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, എന്താണ് I is equal to j ആയിട്ട് പൊസിഷനിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കെയിലാർ പഠിച്ചു. സ്കെയിലാറിന്റെ പ്രത്യേകത എന്താണ്, നോൺ ഡയഗണൽ എലമെന്റ്സ് 0യും ഡയഗണൽ എലമെന്റ്സ് എന്തുമായിരിക്കും, ഈക്വലും ആയിരിക്കും. ദെൻ അടുത്ത കേസ് നമ്മൾ എന്ത് സ്കെയിലാർ പറഞ്ഞു. സ്കെയിലാറിന്റെ കേസ് എന്താണ്, അല്ല സ്കെയിലാറിന്റെ കേസാണ് പറഞ്ഞത്. അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞത്, സ്കെയിലാറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആയിരിക്കും. തൊട്ട് അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു, നമ്മള് ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞു. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ ഡയഗണൽ എലമെന്റ്സ് 0യും ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും 1ഉമായിട്ടുള്ള മെട്രിക്സുകളെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു. ദെൻ 0 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എലമെന്റ്സ് എല്ലാം 0 ആയിട്ടുള്ള മെട്രിക്സുകളെ നമ്മൾ 0 മെട്രിക്സ് എന്ന് പറയുന്നു. ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, ഇക്വാലിറ്റി ഓഫ് 2 മെട്രിക്സ് എന്ന് പറഞ്ഞു. 2 മെട്രിക്സുകൾ നമ്മൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ പറഞ്ഞു. എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറഞ്ഞു, ഈക്വൽ മെട്രിക്സ് എന്ന് പറഞ്ഞു. ദെൻ അടുത്തെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സ്. എന്ത് ചെയ്യുന്നു, 2 മെട്രിക്സ് ഒരു മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് എന്തൊക്കെ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓർഡറും എന്ത് ചെയ്യും, അതിന്റെ പൊസിഷൻസ് തമ്മിലുള്ള കണ്ടീഷനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഇത്രയുമാണ് നമ്മളത്. വളരെ ചെറിയ ടോപ്പിക്കാണ് പഠിച്ചത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.